ഫോർച്യൂണറും ആൾട്ടോ. ഓ ഇവിടെ ചില്ലൊക്കെ പോകുന്നുണ്ട്. ബാക്കിലേക്ക് വന്ന് കുത്തിയതാ. അവിടെ ഒരു പോലീസ് വന്ന് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ റിക്ഷ നിൽക്കുന്നില്ല, ഈ റോഡിൽ കയറിയിട്ട് പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിയിൽ അങ്ങനെ കയറിയിട്ട് നേരെ അതിൻ്റെ ബാക്കിലുള്ള റോഡിൽ പോയിട്ട് പുറത്തിറങ്ങി. എനിക്ക് ഇതേ റോഡ് തന്നെ തോന്നുന്നു. ഒന്നും കൂടെ പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ പോയിട്ട് പള്ളീൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്കാണ് പോയത്. ഇനി പള്ളി എത്തുന്നേക്കാളും റൈറ്റിലേക്കൊരു വഴിയുണ്ട്, അതും കൂടെ ഒന്ന് പോയി നോക്കാം. ആണെങ്കിലോ ഇതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു 85% തോന്നുന്നത് ഇതേ റോഡാണെന്ന്. നോക്കാം ഏതായാലും വന്നല്ലേ. ഇതിങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് നേരെ പോകുമ്പോഴാണ് പള്ളിക്കുള്ള വഴി. ഇനി കുറേ ആയി വരാത്തത്. അന്ന് ആ സൈക്കിളോടൊക്കെയുള്ള സമയത്ത് ക്ഷീണിച്ച് വന്ന് സൈക്കിളോടെ ഇട്ടിട്ട് ഒറ്റക്ക് അടുത്താൻ കിടക്കും. അവിടെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്ക് ഒന്ന് ഫ്രഷ് ആവും. ഇത് കോമഡിയായി. ഈ റോഡിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി അവസാനം ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം എന്നെ നോക്കുന്നത് ആരെ നിർത്തിയിട്ട്. കാരണം ആ വീട് മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ മെല്ലെ ഒന്നും ഉണ്ടാതെ നേരെ പോയ അതേ സ്പീഡിൽ റിട്ടേൺ വന്ന്. ഇതേ സൈഡ് തന്നെയാണ്, പക്ഷെ നോക്കാം. ഇപ്പൊ ഒരു ചെറിയൊരു വാശി പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇന്ന് മാക്സിമം നോക്കൂ. ഇന്നല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഒന്ന് കണ്ടുപിടിക്കും ഇൻഷാ അല്ലാ. വ്യൂ പോയിന്റ് കൊടി ബീച്ച്. ഇതാണോ പള്ളിക്കുള്ളൊരു കവാടം? ഖബർസ്ഥാൻ്റെ ഇതാണോ? ഡൗട്ടുണ്ട്. ഈ കാണുന്നത് അടുത്ത ഭാഗത്തുള്ളത് ഫുള്ള് പള്ളീൻ്റെ ഖബർസ്ഥാനാണ്. ഫുള്ള് കവറുകളാണ്. അതിൻ്റെ അടുത്തേക്കാണ് ഇങ്ങനെ പോകുന്നുള്ളത് സ്ഥലം കാണാൻ. യെസ്, ഐ തിങ്ക് ഇതന്നെ കറക്റ്റ്. അവിടെ കുറേ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതിലൂടെ നല്ല വഴി ഉണ്ടാവോ നോക്കാലോ. ഇതന്നെ ഫൈനലി ഗോട്ട് ഇറ്റ്. അങ്ങോട്ട് സീ വ്യൂ ഹോംസ്. യെസ്, കറക്റ്റ് ഇതന്നെ. ഇനി ഇതന്നെ കൺഫേമായി. ഇനി അങ്ങോട്ടുള്ള വഴി അതിലേ കണ്ടുപിടിക്കണം. മുമ്പ് ഈ വീടിൻ്റെ മുറ്റത്തൂടെ ചാടി കിടന്ന് ഓർമ്മയുണ്ട്. ഇപ്പം ഇനി അങ്ങനെ വഴിയുണ്ടോയെന്നറിയില്ല. അല്ല, അങ്ങോട്ട് വഴിയുണ്ടോ? ഓക്കെ, ഉണ്ടത്ര. സമയം 5:46. ഒരു മിസ് കോള് കാണുന്നുണ്ടല്ലോ. ആരാ? ഒരു കവാടം പോലെ പുല്ല്, പിന്നെ അങ്ങോട്ട് ഒഴിഞ്ഞ പറമ്പ്. വ്യൂ കാണിച്ചരാ. കാറിൻ്റെ ബാക്കിൽ ഇത്രയൊക്കെ പെട്രോളും മുടക്കിയിട്ട് വരാൻ ഭ്രാന്തുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു പിരാന്ത് തന്നെയാണ്. പണ്ട് പഠിക്കുന്ന സമയത്ത്, അഥവാ ഞാൻ ഇഫ്ല് പഠിക്കുന്ന സമയത്ത്, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ഉള്ള സമയത്ത്, ആ സമയത്ത് എന്നെ ചില കൂട്ടുകാരൊക്കെ വണ്ടീനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കും. അത്രയും ഭ്രാന്തായിരുന്നു. മാക്സിമം ഈ ഉണ്ടല്ലോ, മനോരമൻ്റെ ഒരു ബുക്കില്ലേ, എന്തായിരുന്നു, ഞാൻ ആ പേര് മറന്നു, സ്പീഡ് ട്രാക്കോ ഫാസ്റ്റ് ട്രാക്കോ, അത് ഞാൻ എല്ലാ മാസവും വാങ്ങിക്കും. മാസത്തിൽ 3 ദിവസത്തെ ലീവാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക. ലീവിന് പോയിട്ട് വീട്ടിലെത്തിയിട്ട് ബാഗ് വെച്ചിട്ട് ഞാൻ ഉപ്പ വീട്ടിലെങ്കിൽ ഉപ്പാനോട് അല്ലെങ്കിൽ ഉമ്മാനോട് ഒരു 30 രൂപ ചോദിക്കും. 20 രൂപ 15 രൂപ എന്നാൽ അത്ര ആയിരുന്നു. അത് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, നേരെ പോയി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചെറുക്കളം പോയിട്ട് ആ ബുക്ക് വാങ്ങും. എന്നിട്ട് ഈ ഫുള്ള് കുത്തിരുന്ന് വായിച്ചു തീർക്കും. സത്യം പറഞ്ഞാൽ തമാശയല്ല. ആ സമയത്ത് വണ്ടിനെ കുറിച്ച് ഭയങ്കര എന്തായിരുന്നു, അറിവായിരുന്നു, ഭയങ്കര ക്രൈസായിരുന്നു. പിന്നെ ഈ ഫോണും മറ്റൊക്കെ വന്ന സമയത്ത് എന്തായി, ആ ക്രൈസ് എവിടെയോ വീണ് പോയി. ഇപ്പോൾ പിന്നെ കുറേ ഒന്നും അറിയില്ല, അപ്പോൾ കുറച്ചൊക്കെ അറിയുള്ളൂ. പക്ഷേ വന്നാലും വണ്ടികളൊക്കെ ഉണ്ടായാലും ഇപ്പോഴും നോക്കും. എന്താ പറയുക, സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ഇതുണ്ടല്ലോ വണ്ടിയോടുള്ള, അതന്നെ. ചെമ്മു ബ്രോ, വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ദിവസം ഇൻഷാ അല്ലാ വണ്ടി നേരെ ഒന്ന് കാണണം. ഒരാഗ്രഹം. അവിടെ എന്തൊരു കുട്ടീൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നത്, അതിൻ്റെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യൂ കണ്ട, ഇവിടെ നല്ല പാറ. വ്യൂ നോക്കിയാൽ ഇവിടെ ഇരുന്നാൽ നല്ല സൺസെറ്റ് കാണാം.
ഇവിടെ ഒഴിവ് ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഞായറാഴ്ച മറ്റൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ചട്ടിയും പാത്രവും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഒരു പിക്നിക് മോഡൽ ഇവിടെ തന്നെ ഫുള്ള് ഒരു ഉച്ച കഴിഞ്ഞ് ഇവിടെ ആൾക്കാരുണ്ടാവും. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കഴിക്കും, അങ്ങനെ ചെയ്യും. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു വെയിൽ ഉണ്ടായതുകൊണ്ടെന്ന് തോന്നുന്നു ഈ നല്ല പച്ചപ്പാണ് ഇവിടെ ഉണ്ടാവും, നല്ല പച്ചപ്പുണ്ടാവും ഇവിടെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്നൊരു കൂട്ടുകാരനാണ് കാണാനിറങ്ങിയതാണ് തളങ്കരയിലുള്ള. നോക്കുമ്പോൾ തളങ്കര അവനുള്ള സ്ഥലത്തെത്താനാകുമ്പോഴേക്കാണ് ചെമ്മൂപ്പുറൻ്റെ കാറ് പാസ്സായത്. പിന്നെ അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഞാൻ ഇങ്ങോട്ടെത്തി. ഈ വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴി ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ, പക്ഷെ വ്യൂ പോയിൻ്റ് അടിപൊളി വ്യൂ ആണ്. എന്തായാലും കാണണമെന്ന് കരുതി അങ്ങ് ഇറങ്ങി തിരിച്ചപ്പോൾ എന്തായി, അവസാനത് കണ്ടുമുട്ടി. അതൊക്കെ വീടിന് മുറ്റത്തേക്കും പള്ളിൻ്റെ മുറ്റത്തേക്കൊക്കെ എത്തിയെങ്കിലും അവസാനം സംഭവം കണ്ടുമുട്ടി. ഇതാ റോഡിൽ കയറുമ്പോൾ തന്നെ അടുത്തൊരു കാറും കൂടെ ഫ്രണ്ടിലെ പാസ് ചെയ്തു. ഇനി അതിൻ്റെ ബാക്കിൽ പോകാനുള്ള സമയം എനിക്കില്ല. ഇനി നേരെ റൂമിലോട്ട് പോവാണ്. കറക്റ്റ് ടൈമാണ്, ഇവിടെ എത്തുമ്പോഴേക്ക് ഫ്രഷ് ആകുമ്പോഴേക്ക് പള്ളിക്ക് പോകാനുള്ള സമയമാവും. ആക്സിഡൻ്റ് ആണല്ലോ. ഫോർച്യൂണറും ആൾട്ടോ. ഓ, ഇവിടെ ചില്ലൊക്കെ പോകണമെന്നിട്ട് ബാക്കിലേക്ക് വന്ന് കുത്തിയതാ. ഫാമിലിയൊക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ടാകുന്ന പതിവ് സംഭവം തന്നെ. അപ്പുറത്തിലെടുത്താൽ മതിയായിരുന്നു തമ്പുരാനെ. ഈ ബ്ലോക്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല. കറക്റ്റ് സെൻറ്ററിൽ വണ്ടി ഓഫായി. ഞാൻ ഇങ്ങനെ അവിടെ ഒരു പോലീസ് വന്ന് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ബ്ലോക്ക് ഇപ്പോൾ പതിവാണ്.